ഓൾ ഓഫ് യു ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 1 ഹ്യൂമനിസം. ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യു. The intellect lightened by the flame of goodness cannot help but love it. Love is only born of knowledge. Reason is the guide of a right will. It is reason which led us to salvation. എന്താണ് മക്കളെ ഹ്യൂമനിസം എന്ന് വെച്ചാൽ? ഹ്യൂമനിസം എന്ന് വെച്ചാൽ മാനവികതയാണ്. പണ്ട് കാലത്ത് കൂടുതലായിട്ടും പ്രചരിച്ചിട്ടുള്ള ചിത്രങ്ങൾ നോക്കിയാൽ നമുക്കറിയാം മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളായിരുന്നു. അതിനുശേഷം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രഗ്സിനെതിരെ പോരാടുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്തായിട്ട് നമ്മളതിനെ കാണുകയും അതിനെതിരെ പല രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ റോഡ് ഷോ നടത്താറുണ്ട് ഡ്രഗ്സിനെതിരെ, അതുപോലെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ ഒത്തിരി ക്യാമ്പയിൻസുകൾ നടത്താറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? പ്രധാനമായിട്ടും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റവകാശങ്ങളും ലംഘിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും, അല്ലേ? അതും എന്തിൽ വരുന്നതാണ്? ഈ മാനവികതയിൽ വരുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, മനുഷ്യൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് എന്തിൽ വരുന്നതാണ്? ഈ ഹ്യൂമനിസത്തിൽ വരുന്നതാണ്. ഇനി നോക്കൂ, ടു നെഗ്ലക്റ്റ് നോളജ് ഈസ് ടു നെഗ്ലക്റ്റ് വെർച്യു. ഈ ആദ്യ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോളജും വെർച്യും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണുള്ളത്. അറിവും നന്മയും തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ഈ അറിവിനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവഗണിക്കുന്ന ആളുകൾ എന്തിനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്? നമ്മുടെ വെർച്യുവിനെയും കൂടി നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ദ ഇൻ്റലക്ട് ലൈറ്റൻഡ് ബൈ ദ ഫ്ലെയിം ഓഫ് ഗുഡ്നെസ് കനോട്ട് ഹെൽപ്പ് ബട്ട് ലവ് ഇറ്റ്. അതായത് നല്ല പ്രകാശം, നന്മയുടെ പ്രകാശത്തിൽ നിന്ന് വരുന്ന ബുദ്ധി, അതായത് നല്ല കാര്യത്തിന് വരുന്ന ബുദ്ധി, ഉപയോഗിക്കുന്ന ബുദ്ധി നമ്മൾ എന്ത് ചെയ്യും? സ്വീകരിക്കും. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് ഏത് മേഖലയിലാണ്? സയൻറ്റിഫിക് ടെക്നോളജിക് മേഖലയാണ്. ഈ മേഖല നല്ല കാര്യങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നതെങ്കിലോ അതിനെ ജനങ്ങൾ അംഗീകരിക്കും. പിന്നെയോ ലവ് ഈസ് ഓൺലി ബോൺ ഓഫ് നോളജ്. അറിവിൻ്റെ സന്തതിയാണ് എന്ത്? സ്നേഹമെന്ന് പറയുന്നത്. റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് എ റൈറ്റ് വിൽ. അപ്പോൾ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? റീസൺ ആവശ്യമാണ്, യുക്തിചിന്ത ആവശ്യമാണ്. ഇറ്റ് ഈസ് റീസൺ വിച്ച് ലെഡ് us ടു സാൽവേഷൻ. അപ്പോൾ നമ്മുടെ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും എന്ത് തന്നെയാണ്? റീസൺ ആണ്. ഇനി ഇതൊന്നും കണ്ട ആരും പേടിക്കണ്ട. ഈ ചാപ്റ്റർ തീരുമ്പോഴേക്കും നമുക്ക് ഈ ചാപ്റ്ററിനെ പറ്റി ഏകദേശം ഐഡിയ ഒക്കെ കിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും റിവൈൻഡ് അടിച്ച് കേൾക്കുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് റോജർ ബേക്കൺ, എ സയൻറ്റിഫിക് ഫിലോസഫർ who lived in England in the 13th century. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന റോജർ ബേക്കൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ഫിലോസഫറിൻ്റെ വാക്കുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അതിൽ കുറച്ച് കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഹിയർ ഹീ ഈസ് റെഫറിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് റാഷണലിസം, നോളജ് ആൻഡ് ലവ്. 3 കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് റേഷണലിസം, യുക്തി ചിന്ത, ദെൻ നോളജ്, അറിവ്, മൂന്നാമത്തത് ലവ്, സ്നേഹം. ഇത് 3മാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂറിങ് ഹിസ് ടൈം ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ് ഹാഡ് ഡിനർ റാഷണലിസം. അദ്ദേഹത്തിൻ്റെ ടൈമിൽ, അദ്ദേഹം എന്ന് പറയുന്നത് റോജർ ബേക്കൻ്റെ ടൈമിൽ ഈ റേഷണലിസം എന്ന് പറയുന്ന ഐഡിയയെ യൂറോപ്പ് ഒന്നടങ്കം ഡിനൈ ചെയ്യുകയായിരുന്നു, അവഗണിക്കുകയാണ് ഉണ്ടായിരുന്നത്. തിങ്കേഴ്സ് ലൈക്ക് റോജർ ബേക്കൺ questioned the existing feudalistic power system and its ideas and concept. അതായത്
റോജർ ബേക്കനെ പോലെയുള്ള ആളുകൾ നിലവിലിരുന്ന ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്. നമുക്ക് ഫ്യൂഡലിസം പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ട്രയാങ്കിൾ സിസ്റ്റം, മുകളിൽ കിങ് അല്ലേ, രാജാവ്, അതിനുശേഷം പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ. അന്നത്തെ കാലത്ത് നമുക്കറിയാം പുരോഹിതന്മാർക്ക് പോലും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ചിന്തകളൊക്കെ മാറി മതപരമായ ആശയങ്ങൾക്ക് പുറകെ അധികം ഓടാതെ പിന്നീട് മാനുഷിക പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയത് ഈ റോജർ ബേക്കൻ്റെ ഒക്കെ കാലഘട്ടത്തിലാണ്. അപ്പോൾ റോജർ ബേക്കൻ്റെ കൂടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫിലോസഫർ തിങ്കേഴ്സൊക്കെ ചെയ്യാൻ തുടങ്ങി? റേഷണലിസം ഐഡിയാസ് വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ ആസ് എ റിസൾട്ട് മെനി ഓഫ് ദോസ് തിങ്കേഴ്സ് വെയർ സബ്ജക്റ്റഡ് ടു ക്രൂവൽ persecution and imprisonment. Some of them even lost their lives. പക്ഷേ ഇവരുടെ റേഷണലിസത്തിന് സംസാരത്തിനൊക്കെ എതിരെ ഒരു കൂട്ടം ഫ്യൂഡലിസ്റ്റായിട്ടുള്ള ആളുകൾ വരാൻ തുടങ്ങി. അതുമാത്രമല്ല, അന്നത്തെ രാജാക്കന്മാരാണെങ്കിൽ പോലും ആരും റേഷണലിസത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റേഷണലിസം പ്രചരിപ്പിക്കുന്ന ഒത്തിരി ആളുകൾ ക്രൂരമായ പീഡനത്തിന് ഇരയായി. അതുമാത്രമല്ല, പലർക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ബട്ട് ലേറ്റർ സിറ്റുവേഷൻസ് ബിഗൺ ടു ചേഞ്ച്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരേ സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ അല്ലേ? കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറും. അതുപോലെ സിറ്റുവേഷൻസ് മാറാൻ തുടങ്ങി. പേജ് നമ്പർ 8 എടുക്കുക. അതിൽ റോജർ ബേക്കൺ ആൻഡ് ഹിസ് ഡയഗ്രാംസ്. ആ പിക്ചർ നമുക്ക് ജസ്റ്റ് കാണാമെന്നേ ഉള്ളൂ, വേറെ നമുക്ക് മനസ്സിലാവണമെന്നില്ല. താഴെ From 14th century onwards, a series of changes took place in the social, economic and political spheres of Europe. 14ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ യൂറോപ്പിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിൽ കുറേ മാറ്റങ്ങളുണ്ടാവാൻ തുടങ്ങി. Along with the influence of the Greco-Roman cultures of ancient Europe, a tendency to move away from the ideas that existed in the medieval times also gained strength. അതായത് ഈ യൂറോപ്പിലേക്ക് ഗ്രേക്കോ റോമൻ കൾച്ചറിൻ്റെ സ്വാധീനം ഉണ്ടാവാൻ തുടങ്ങി. എന്താണ് ഗ്രേക്കോ റോമൻ കൾച്ചർ? അതൊന്നും നമുക്ക് നോക്കാം. ആ സൈഡിലെ കോളം നോക്കിക്കേ. ഗ്രേക്കോ റോമൻ കൾച്ചർ. ഗ്രേക്കോ എന്ന് പറയുന്നത് ഗ്രീക്ക് കൾച്ചറിനെയാണ്, റോമൻ എന്ന് പറയുന്നത് റോമൻ കൾച്ചറിനെയാണ്. അപ്പോൾ ഗ്രേക്കോ റോമൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഗ്രീക്കിൻ്റെയും റോമിൻ്റെയും ഒരു മിക്സഡ് സിവിലൈസേഷനാണ്. The two most important civilizations that existed in the ancient Europe were Greek and Roman civilization. അതായത് the two most important civilization that existed in the ancient Europe, അതായത് പുരാതന യൂറോപ്പിൽ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷനാണ് ഗ്രീക്ക് സിവിലൈസേഷനും അതുപോലെ തന്നെ റോമൻ സിവിലൈസേഷനും. ദേ ആർ നോൺ ആസ് ക്ലാസിക്കൽ സിവിലൈസേഷൻ. ഈ രണ്ട് സിവിലൈസേഷനെയുമാണ് ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. The Greek civilization was from 12th to 4th century BCE. അതായത് 12ാം നൂറ്റാണ്ട് മുതൽ 4ാം നൂറ്റാണ്ട് BCE 4ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഒരു കാലഘട്ടം. ദെൻ ദ റോമൻ സിവിലൈസേഷൻ വാസ് ഫ്രം 7th century BCE to 5th century CE വരെയാണ്. അതായത് 7ാം നൂറ്റാണ്ട് മുതൽ BC 7ാം നൂറ്റാണ്ട് മുതൽ CE 5ാം നൂറ്റാണ്ട് വരെയാണ് റോമൻ കൾച്ചർ അഥവാ റോമൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ആ കോളത്തിൽ പ്രധാനമായിട്ടുള്ളത് ഗ്രീക്കിൻ്റെയും റോമൻ്റെയും സിവിലൈസേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ രണ്ട് സിവിലൈസേഷനും ഏൻഷ്യൻ യൂറോപ്പിൽ നിലനിന്നിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവയെ രണ്ടും ചേർത്ത് ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നും വിളിക്കും. പിന്നെ അതിൻ്റെ നൂറ്റാണ്ടുമാണ് ആ കുളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ പേജസിലേക്ക് വരൂ. അപ്പോൾ ഏൻഷ്യൻ യൂറോപ്പിൻ്റെ ഗ്രേക്കോ റോമൻ കൾച്ചറുള്ള സ്വാധീനം എന്ത് സംഭവിച്ചു നോക്കി?
A tendency to move away from the ideas that existed in the medieval times also gain strength. ആ മിഡീവിയൽ ടൈമിൽ നമുക്കറിയാം അതുവരെ നിലനിന്നിരുന്ന അവരുടെ ഏൻഷ്യൻ്റ് ഐഡിയാസിനൊക്കെ ചേഞ്ചസ് സംഭവിക്കാൻ തുടങ്ങി. ഈ ഗ്രെക്കോ റോമൻ കൾച്ചറിൻ്റെ സ്വാധീനവും അതുപോലെ തന്നെ അതുവരെ അവിടെ നിലനിന്നിരുന്ന ഏൻഷ്യൻ്റ് ഐഡിയാസ് അതെല്ലാത്തിനും ചേഞ്ച് വരുന്നതും എന്തിനു സഹായിച്ചു? ഒരു പുതിയ മാറ്റത്തിന് സഹായിച്ചു. എന്തൊക്കെ മാറ്റങ്ങളാണ് അതിലൂടെ ഉണ്ടായത്? ലെറ്റ് us examine the characteristics features of these changes. എന്തൊക്കെയാണ് ഈ പുതിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ മാറ്റം ഉണ്ടായി? ഹ്യൂമനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്, അതായത് ഹ്യൂമനിസം മനുഷ്യൻ്റെ നന്മകളെ തിരിച്ചറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. രണ്ടാമത് ഗ്രോത്ത് ഓഫ് അർബൺ ലൈഫ്, നഗരജീവിതങ്ങളുടെ വളർച്ച. മൂന്നാമത്തത് പ്രോഗ്രസ് ഓഫ് ട്രേഡ്, വാണിജ്യങ്ങളുടെ വളർച്ച. റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്, നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ദേശരാഷ്ട്രങ്ങളുടെ ഉയർച്ച. ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം. ദെൻ റാഷണലിസം, യുക്തിചിന്ത. സ്പ്രെഡ് ഓഫ് സെക്കുലർ വാല്യൂസ്, സെക്കുലർ വാല്യൂസ് എന്ന് പറഞ്ഞാൽ മതേതരത്വ മൂല്യങ്ങളുടെ സ്പ്രെഡ്. ദെൻ മോണിറ്ററി എക്കണോമി, മോണിറ്ററി എക്കണോമി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ, പണത്തിന്. ദെൻ ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്, റീജിയണൽ ലാംഗ്വേജ് അവരുടെ തന്നെ ലോക്കൽ ലാംഗ്വേജസ്ക്ക് പ്രാധാന്യം, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങി. ദെൻ ചേഞ്ചസ് ഇൻ ദ റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്, ആർട്ടിലും സയൻസിലും ഉള്ള മാറ്റങ്ങൾ. ഇവിടെ എല്ലായിടത്തും ഒരു ഹ്യൂമനിസം ടച്ച് വരാൻ തുടങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം മനുഷ്യൻ്റെ മാനവികതയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. These changes were particularly evident in Italy, which was part of the ancient Roman civilization. ഏൻഷ്യൻ്റ് റോമൻ സിവിലൈസേഷൻ്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ പ്രകടമായി കണ്ടത്. ഹിസ്റ്റോറിയൻസ് ടേംഡ് ദീസ് ചേഞ്ചസ് റിനൈസൻസ്. The Renaissance is considered as a period of transformation from the medieval feudalism to the modern age. ഇറ്റലിയിൽ പ്രകടമായി കണ്ട ഈ ഒരു പുതിയ മാറ്റങ്ങളെ ഹിസ്റ്റോറിയൻസ് ഏത് പേരിൽ വിളിച്ചു? റിനൈസൻസ് എന്ന് വിളിച്ചു. നവോത്ഥാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. The Renaissance is considered as a period of transformation from the medieval feudalism to the modern age. എന്താണ് റിനൈസൻസ് എന്ന് പറയുന്നത്? മിഡീവിയൽ ഫ്യൂഡലിസത്തിൽ നിന്നും മോഡേൺ ഏജിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ പീരീഡിനെയാണ്, അല്ലെങ്കിൽ ആ പീരീഡിനെയാണ് എന്തായി കണക്കാക്കപ്പെടുന്നത്? നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് കണക്കാക്കുന്നത്. നെക്സ്റ്റ് പേജ് നോക്കുക. റിനൈസൻസ്. ദ വേർഡ് റിനൈസൻസ് മീൻസ് റീബർത്ത്. എന്താ റീബർത്ത്? നവോത്ഥാനം എന്നാണ് റിനൈസൻസിൻ്റെ അർത്ഥം. ഇറ്റ് ഡിനോട്ട്സ് ദ റിവൈവൽ ഓഫ് ഏൻഷ്യൻ ഗ്രെക്കോ റോമൻ കൾച്ചർ വിച്ച് ബിഗാൺ അറൗണ്ട് ദ 14th century. അതായത് 14ാം നൂറ്റാണ്ടോടുകൂടി ഈ ഗ്രെക്കോ റോമൻ കൾച്ചറിലുണ്ടായ മാറ്റങ്ങൾ, അതായത് അതിൻ്റെ ഒരു നവോത്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി വൈ റിനൈസൻസ് ഇൻ ഇറ്റലി? ഇറ്റലിയിൽ എന്തുകൊണ്ടാണ് റിനൈസൻസ് ഏറ്റവും കൂടുതൽ പ്രകടമാകാൻ കാരണം? റെഫർ മാപ്പ് 1.1. ഐഡൻറ്റിഫൈ ദ സിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ ഇറ്റലി. മിഡീവൽ ഇറ്റലിയിൽ നിലനിന്നിരുന്ന സിറ്റീസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റീസ് ഇൻ ഇറ്റലി വെയർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ഇറ്റലിയിലെ സിറ്റീസിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ദ മെയിൻ റീസൺ, എന്തുകൊണ്ടായിരിക്കും യൂറോപ്പിൽ നിന്ന് ഇറ്റലിയിലെ സിറ്റീസിന് ഇത്രമാത്രം വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം? ദ റീസൺ ഈസ് ദാറ്റ് ദേ വെയർ മോർ ഇൻഡിപെൻഡൻറ്റ്, അതായത് അവർ കൂടുതൽ സ്വതന്ത്രരായിരുന്നു. ദെൻ വെൽത്തി, സമ്പത്തും കൂടുതലുണ്ടായിരുന്നു. ആൻഡ് ഡൈനാമിക്, നല്ല ഊർജ്ജസ്വലരായിരുന്നു ആ സിറ്റീസ്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, വെൽത്തിയാണ്, ഡൈനാമിക് ആണ്. രണ്ടാമത്തത്
ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെയർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ്. അതായത് ഈ സിറ്റീസിലെ ട്രേഡേഴ്സ് വാണിജ്യക്കാർ കുറച്ച് കാര്യങ്ങൾ വളരെ ബോധവാന്മാരായിരുന്നു. എന്തൊക്കെ അവയർനെസ് ആയിരുന്നു നോക്കിയേ. വെൽ അവെയർ അബൌട്ട് ബാങ്കിങ്, ബാങ്കിങ്ങിനെ കുറിച്ച് അവർക്ക് നല്ല അവയർനെസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇൻഷുറൻസിനെ കുറിച്ച്. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡിൻ്റെ ഒരു ടെക്നിക്കൽ മാറ്റേഴ്സിനെ കുറിച്ച് നല്ല ബോധമുള്ളവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്. മെനി ഓഫ് ദം ഹാഡ് ബിക്കം എക്സ്ട്രീംലി വെൽത്തി ത്രൂ ട്രേഡ്. അതായത് ട്രേഡിലൂടെ തന്നെ ഒത്തിരി സമ്പത്ത് ആർജിച്ച ഒത്തിരി കുടുംബങ്ങൾ അന്ന് തന്നെ ഇറ്റലിയിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു? രണ്ട് മെയിൻ റീസൺസ് നമുക്ക് പറയാം. ഒന്നാമത്തേത്, ഈ സിറ്റീസ് ദേ വെയർ മോർ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അതുപോലെ തന്നെ വെൽത്തി ആയിരുന്നു, അതുപോലെ തന്നെ ഡൈനാമിക്കുമായിരുന്നു. ഇത് ഒറ്റ സെൻറ്റൻസ് നിങ്ങൾ എഴുതാം. രണ്ടാമത് നിങ്ങൾ പറയേണ്ടത്, ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് വെയർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. പിന്നെ പറയുന്നത് അവർക്കെല്ലാവർക്കും ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരുന്നാണ് പറയേണ്ടത്. ലാസ്റ്റ്ലി പറയുന്നത്, ഈ ട്രേഡിലൂടെയാണ് അവർ ഏറ്റവും കൂടുതൽ സമ്പത്ത് ആർജിച്ചുകൊണ്ടിരുന്നത്. അതും നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ നമ്മൾ പുതിയ ഒരു വാക്കായിട്ട് കേൾക്കുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കാരണം ബാങ്കിങ് നമ്മൾ സാധാരണ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്, ഇൻഷുറൻസ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ബുക്ക് കീപ്പിംഗ് നോക്കിക്കേ. ഡീറ്റെയിൽഡ് റെക്കോർഡിങ്സ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ വരവുണ്ടായി, പണമാണ് കേട്ടോ, എന്തുമാത്രം പണത്തിൻ്റെ വരവ്, എന്തുമാത്രം പണം ചിലവായി എന്നുള്ള ഓരോ ദിവസത്തെയും കണക്ക് എഴുതി തിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി വെക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയും. നമ്മുടെ വീട്ടിൽ നമ്മൾ പറയുന്ന അച്ഛൻ പണിത് കൊണ്ടുവന്നത് 1000 രൂപയാണ്. അപ്പം അച്ഛൻ്റെ മനസ്സിൽ തന്നെ വിചാരിക്കണം 1000 രൂപ എനിക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, സവാള അതെല്ലാം വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു 500 രൂപ ചിലവായി. ബാക്കിയുള്ളത് 500 രൂപയാണ്. ഇങ്ങനെ നമ്മൾ അമ്മയച്ഛനും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനെ ആദ്യകാലങ്ങളിൽ ബുക്ക് കീപ്പിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബുക്ക് കീപ്പിങ്ങിലൂടെ ദൈനംദിന ചെലവുകളെപ്പറ്റി, വരവുകളെപ്പറ്റി ഒക്കെ മനസ്സിലാക്കാൻ ഈ ബുക്ക് കീപ്പിംഗ് ഹെൽപ്പ് ചെയ്തു. ഇന്ന് തൽക്കാലം ഇത്രേ ഇടുന്നുള്ളൂ. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്